ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്താ ഗുഡ് മോർണിംഗ് പറയാൻ എന്താന്ന് വെച്ചാ ഇപ്പൊ സമയം ഒരു 7 മണി ആയതേ ഉള്ളൂ. അല്ല, 7:45 ആയതേ ഉള്ളൂ. നേരത്തെ എണീറ്റ് വീട്ടിൽ പോവാണ് ഗൈസ്. ഗോയിങ് ടു കോഴിക്കോട്. കോഴിക്കോട് വീട്ടിൽ പോവാ. ഓണത്തിന് വീട്ടിൽ പോവാ കൊച്ച്. ഓണം വെക്കേഷൻ. ഇന്ന് ചെറിയ ഓണായിട്ടോ. ഇന്ന് ചെറിയ ഓണോ? ഓക്കെ. നാളെയാണ് ആക്ച്വൽ ഓണം. എന്നാണ് ഇവള് വീട്ടിൽ പോകുന്നത്. അറിയാലോ നമ്മളെ ലാസ്റ്റ് ഡേ, ലാസ്റ്റ് മിനിറ്റ് പ്ലാൻസ്. ഇത് ലാസ്റ്റ് മിനിറ്റ്. വേറെ കുറെ പ്ലാൻസ് ഉണ്ട്. ഇപ്രാവശ്യം ഓണം മാത്രമല്ല, നിങ്ങൾക്ക് അതിന്റെ കൂടെ ഒരു സർപ്രൈസ് കൂടെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ഗൈസ്. എന്നാലേ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുള്ളൂ എന്താ സർപ്രൈസ് എന്നൊക്കെ. ഇനി ഡെയിലി നമ്മളെ വ്ലോഗ് കാണാം. അപ്പൊ അതില് ഏത് ഈ റോഡല്ലേ പോകുന്നത്? ഞാൻ മറ്റേ റോഡ് എടുക്കാന്ന് ഓർത്തു. കുഴപ്പമില്ല. ഡെയിലി നമ്മളെ വീഡിയോ കാണാം. അപ്പൊ നമ്മൾ എന്താണ് ആ സർപ്രൈസ് റിവീൽ ചെയ്യുന്നതായിരിക്കും അല്ലേ, വണ്ണായിട്ട്. സോ നമ്മൾ ആര്യസ് പോയില്ലേ ഫുഡ് കഴിക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ്? അതെ. ഓക്കെ, അന്ന് ആര്യസ് പോയി കഴിക്കാം. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്കൊരു ഗെയിം കളിച്ചാലോ? വാട്ട് ഗെയിമാ? ഗെയിം എന്താന്ന് വെച്ചാ, ഇപ്പൊ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോവല്ലേ. അപ്പൊ പോകുമ്പോ നീ ഒരു നമ്പർ പറ. അപ്പൊ ആ നമ്പറിൽ ഫ്രണ്ടിൽ വരുന്ന ഒരു വണ്ടി, ഓക്കെ, ആ വണ്ടിയുടെ കളർ നീ ഗസ് ചെയ്യണം. ഗസ് ദ കാർ കളർ നെയിം. അതാണ് ഇത്. ഏതാ കാർ കളർ? ഞാൻ ഗസ് ചെയ്യണം. കാർ കളർ ഗസ് ചെയ്യണം. ഇപ്പൊ അഞ്ചാം നിന്റെ നമ്പർ എന്ന് വെച്ചാൽ അഞ്ചാമത്തെ വരുന്ന കാറിന്റെ കളർ നീ ഗസ് ചെയ്യണം. അത് കറക്റ്റ് ആണെങ്കിൽ എന്താ ചെയ്യാ? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വാങ്ങിത്തരാം. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അതിനേക്കാളും വലിയതൊന്നും തരാൻ പറ്റും. തൽക്കാലം ഐഫോൺ 17 Pro ഇറങ്ങുമ്പോ അത് മേടിക്കാന്നൊക്കെ പറയാം. വാങ്ങിത്തരാം. എന്നാ നീ ക്യാമറ അങ്ങോട്ട് തിരിച്ചോ. അപ്പൊ നമ്പർ പറ ആദ്യം. നമ്പർ നീ ഓക്കെ ആണോ ആ ഗെയിമിന്? അത് ഭയങ്കര സിമ്പിൾ ഗെയിം അല്ലേ? അല്ലെങ്കിൽ നീ വാങ്ങി തരണം. അതെങ്ങനെ ഇരിക്കുന്നത്? അത് സിമ്പിൾ ആയോ? ഇല്ലല്ലോ, ഇപ്പൊ ഭയങ്കര ടഫ് ആയില്ലേ കുറച്ച്? അല്ലെങ്കിൽ നീ വാങ്ങി തരണ്ട, നമുക്ക് സ്പ്ലിറ്റ് തന്നെ ഇടാം. വേണ്ട ഗെയിം ആവുമ്പോ കറക്റ്റ് ആയിട്ട് കളിക്കണം. ആണോ? എന്നാ അല്ലെങ്കിൽ നീ വാങ്ങി തരണം, ആണെങ്കിൽ ഞാൻ വാങ്ങി തരും. ഓക്കെ, എന്നാ നമ്പർ പറ. ഇതിനെ കൊണ്ട് വാങ്ങിപ്പിക്കണം ഗൈസ്. അപ്പോ ഞാൻ പറയാൻ പോകുന്ന നമ്പർ ഈസ് 7 ആണ് എന്റെ നമ്പർ. ഓക്കെ, 7 വരാൻ പോകുന്ന കാറിന്റെ കളറ് വൈറ്റ് ആയിരിക്കുന്ന. വൈറ്റ് ആണെങ്കിൽ ഇവൻ ഇന്ന് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോൺസർ ചെയ്യും. നമ്മൾ രണ്ടുപേരെയും ബില്ല് ഇവൻ കൊടുക്കും. ഞാൻ എന്ത് ഓർഡർ ചെയ്ത് കഴിച്ചാലും ഇവൻ കൊടുക്കും. ഞാൻ ചിലപ്പോ പാർസലൊക്കെ ചെയ്യും കേട്ടോ. നീ പാർസൽ ചെയ്ത് കോഴിക്കോട് കൊണ്ടുപോകുന്ന ഞാൻ ഒന്ന് കാണണമല്ലോ. ചിലപ്പോ വീട്ടിലേക്ക് സ്വീറ്റ് ഒക്കെ വാങ്ങിട്ട് പോയി. അതെ ഓക്കെ, നമുക്കിപ്പോ സ്റ്റാർട്ട് ചെയ്യാം. സോ ദി ഗെയിം സ്റ്റാർട്ട്സ് നൗ. ഗയ്സ്, നമ്മളെ ഗെയിമിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. സെയിം ഡയറക്ഷനിൽ പോകുന്ന കാറും കൂടെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇത് വൺ വേ ആണ്. നിങ്ങൾക്ക് കാണാം, മെട്രോന്റെ വർക്കിന് വേണ്ടി റോഡ് വൺ സൈഡ് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. സോ നമ്മൾ വൺ സൈഡ് കൂടെ കൗണ്ട് ചെയ്യും. മീൻസ് നമ്മൾ കാണുന്ന ഫസ്റ്റ് കാർ ഏത് കാറായാലും ഏതൊക്കെ കാറാണേലും അത് കൗണ്ട് ചെയ്യണം. ഫസ്റ്റ് ഇങ്ങനെ ലൈൻ ആയിട്ടാ ഉള്ളതെങ്കിൽ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കാണുന്നത് തൊട്ട് കൗണ്ട് ചെയ്യും. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ പുതിയ റൂൾ. ഓക്കെ, എന്നാ വൈറ്റ് ആണ് നീ പറഞ്ഞേക്കുന്ന കളറല്ലേ? ഫസ്റ്റ് കാർ നമ്മൾ കണ്ടു. ബ്ലാക്ക്. അതാ ഫ്രണ്ടില് പോകുന്നതല്ല, എവിടെയും സൈഡിൽ നിൽക്കുന്നത്. എന്നാ ശരി, ബ്ലാക്ക്. ഫസ്റ്റ് കാർ ബ്ലാക്ക്, അതിന്റെ ഫ്രണ്ടില്. സെക്കൻഡ് കാർ വൈറ്റ് അല്ല, അതൊരു ബീച്ച് എന്തൊരു സാധനം ചെറിയ വേറെ. ഇന്നോവ. തേർഡ് കാർ ഇന്നോവ. അതും ഫോർത്ത് നമ്മളൊരു വേറൊരു കാർ കൂടെ കണ്ടിട്ടോ. അതേതാ? ഇത് ഫിഫ്ത്ത്. അതാണ് ഫിഫ്ത്ത് വൈറ്റ്. ഓക്കെ, ഫിഫ്ത്ത് വൈറ്റ് ആണ്. ഇനി 2 കാറും കൂടെ സിക്സ്ത് സെവൻത് റെഡ് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. വണ്ടി. അയ്യോ, 7th
ഉണ്ട്. നിങ്ങൾ കാണിക്കാൻ വേണ്ടി വേണേ ഒരു 7 കൂടെ ഞാൻ നോക്കാവേ. അടുത്ത 7 ഏതാന്ന്? അല്ല ഇവര് കണ്ടില്ല, വീഡിയോയിൽ കാണിക്കാൻ പറ്റാ, പെട്ടെന്ന് പാസ് ചെയ്തു പോയി. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാലോ. ഇവര് കാണാത്തതിന്റെ പേരിൽ മാത്രം, അല്ലാണ്ട് എനിക്ക് ജയിക്കാൻ വേണ്ടിയല്ല. അടുത്ത 7 ആണേ. 7 ആണേ അടുത്ത. ഉറപ്പിച്ച് വിടുവോ? ഇവിടെ ഒന്നും ഒരു കാറും കാണാനില്ലല്ലോ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ രാവിലെ കിടന്ന് അടിയാ. ആരാദ്യം പോകുന്നു? അയ്യോ ഞാൻ കണ്ടില്ല. ഞങ്ങളത് സ്ട്രെയിറ്റ് റോഡ് മാത്രമേ കാണുമല്ലേ ഗൈസ്. ഫ്രണ്ടിലെ റൈറ്റ് സൈഡ് അത് കാറല്ല, JCB. ഞാൻ കണ്ട് വൈറ്റ്. പക്ഷെ അത് ചീറ്റിംഗ് ആണ്. ഓൾറെഡി നമ്മളൊരു റെഡ് ആയിട്ട് കണ്ടത് 7 കണ്ടില്ലല്ലോ. അതാ ഗൈസ്, കണ്ടോ 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 JCB. പെട്ടെന്ന് പോണെങ്കിൽ ഇത് മെട്രോയുടെ പണി നടക്കുന്ന റോഡാണ്. ഇതില് പെട്ടെന്ന് പോയി പറക്കണം. കണ്ടു. ഇതിലിനി പോവാൻ പറ്റില്ല. ഇവര് നമ്മളെ ചതിച്ചു ഗൈസ്. JCBയിലെ ചേട്ടൻ എന്നെ തന്നെ നോക്കും. ആ വൈറ്റ് അതിൽ കണ്ടില്ല. ഈ പെണ്ണ് ഈ വീഡിയോ കാണിച്ച് എന്താ ചെയ്യുന്നേന്ന് ചേട്ടൻ ചിരിച്ചു ഗൈസ്. ടാറ്റ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാ ഇതാണ് ഗുഡ് മോർണിംഗ്. നമുക്ക് അറിയാത്ത ആൾക്കാര് നമുക്ക് ടാറ്റയൊക്കെ തരുന്നു ഗൈസ്. ഇനി എന്റെ ഫേസ് ഒന്ന് കാണിക്കാം. ആ വൈറ്റ് കാർ അവരെ വീട്ടിൽ പോയിട്ടോ. ജയിച്ചത് ഞാനാ? നീയാണോ? അത് റെഡ് ആയിരുന്നു, പക്ഷെ നീ പിന്നെയും അത് മാറ്റിച്ച് വൈറ്റ്. ശരി, എന്നാ വൈറ്റും നിങ്ങളെ കാണിക്കാൻ ശ്രമിച്ചു. ലാസ്റ്റ് വൈറ്റ് കാണാത്ത സ്ഥിതിക്ക് റെഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഞാൻ തോറ്റു ഗൈസ്. ചേട്ടൻ ടാറ്റോ എടുക്കാം. ചേട്ടൻ ടാറ്റോ എടുത്തു. പക്ഷെ JCB ആയിട്ട് ചേട്ടൻ അങ്ങ് പറന്നു പോവാൻ പറ്റുന്നില്ല. ഇറ്റ്സ് ഓക്കെ. അപ്പൊ നീ ഗെയിമിൽ തോറ്റു. ഞാൻ തോറ്റു ഗൈസ്. ഒരു മിനിറ്റ്, എന്റെ മുഖം കാണിച്ചു തരാം. തോറ്റ മുഖം ഗൈസ്, ഞാൻ തോറ്റു. പാവം കുട്ടി തോറ്റു. ഇനി ഇവൻ ഓർഡർ ചെയ്യുന്ന എല്ലാത്തിന്റെയും കാശ് കൊടുക്കണമല്ലോ എന്നാണ്. ഇവിടെ മറ്റതില്ല, വാലറ്റ് പാർക്കിംഗ് ഇല്ല. ഇവര് അടുപ്പിച്ചിട്ടായിരുന്നു ഒരു കാറോട് ഇടാനോ. അയ്യടാ, എന്നാ വേഗം വിട്ടോ. സമയമില്ല ഗൈസ്. എന്താ അറിയോ, എന്റെ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് ഒരു 5-10 മിനിറ്റ്സ് നമ്മൾ ലേറ്റാ. 8 മണിക്ക് ഇവിടെ എത്തുന്നു. 8 മണിക്ക് എത്തി. ചുമ്മാ പറയല്ലേ 5-10 മിനിറ്റ്സ് ലേറ്റ് ആണ്. ഓടിക്കോട്ടാ ഗൈസ്. ഇവൻ ഇപ്പൊ ഇല്ലേ ഗെയിമിൽ ജയിച്ചോണ്ട് കുറച്ച് തണ്ട് കൂടുതലാ. സ്വഭാവം കുറച്ച് മാറിയിട്ടുണ്ട് ഗൈസ്. നേരത്തെ കണ്ട ചാടിയല്ലോ ഇവനിപ്പോ. ഒരു ചെറിയ ഗെയിമിൽ ജയിച്ചു എന്ന് പറഞ്ഞ ഇവന്റെ ഒരു എക്സ്പ്രഷൻ കണ്ടോ? സ്പിരിറ്റ്. വൈറ്റ് കാറൊക്കെ കൊറേ പോയായിരുന്നു. ഞാൻ കൗണ്ട് ചെയ്യാൻ തെറ്റിപ്പോയതുകൊണ്ടായിരിക്കും. ഞാൻ 2 സൈഡ് കാണാത്തോണ്ടാ. മറ്റേ മെട്രോന്റെ ക്ലോസ് ചെയ്തോണ്ട് നിങ്ങൾക്ക് അറിയാം. അടുത്ത പ്രാവശ്യം വേറെ ഗെയിം കളിക്കാം ഗൈസ്. ഓക്കെ, ഈ ഗെയിമിൽ ഞാൻ ജയിച്ചു. നെക്സ്റ്റ് ഗെയിമിൽ അടുത്ത കളി നമ്മൾ ലുലുവിൽ പോകുമ്പോയിരിക്കും കളിക്കുന്നത്. ലുലു കണക്ട് എവിടെയും കളിക്കും. നെക്സ്റ്റ് ഗെയിമിൽ ഇവള് ജയിക്കുമോ നമുക്ക് നോക്കാം. മോർണിംഗ് വാക്ക് അറ്റ് എക്സ്പ്രസ് വേ. ഫോർ വാട്ട്? ഫുഡ് കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അതെ, നടന്നു പോകുന്നു. നടക്കാൻ വേണ്ടി നടക്കുന്നതല്ല, വേറെ വഴിയില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കാൻ. പിന്നെ ഇത് പണ്ടത്തെ പോലെ എക്സ്പ്രസ് വേ ഒരു നല്ലൊരു എന്താ പറയാ, മെട്രോ വന്നുകൊണ്ട് ഒരു മെട്രോ സിറ്റിയുടെ ഒരു ഫീല് കിട്ടുന്നുണ്ട് എക്സ്പ്രസ് വേ. കണ്ടോ, മെട്രോ പില്ലേഴ്സ് ഒക്കെ വന്നു. ഒരു 4 ഇവിടെ പൊങ്ങി. അപ്പോൾ ഒരു വേറൊരു നമ്മൾ പണ്ട് എക്സ്പ്രസ് വേയിൽ നടക്കുന്ന ഫീലൊന്നും അല്ല ഇത്. വേറെ അതെ, നിന്നെ എടുത്തിട്ടോ. അത് മറ്റേ വാലറ്റ് പാർക്കിംഗ്. അത് ഇപ്പൊ നല്ലൊരു ഫീലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ കൊണ്ടുപോയി വണ്ടി ഇട്ടത്. അല്ലെങ്കിൽ ആ വാലറ്റ് പാർക്ക് എന്തിന് അവരിവിടെ എവിടെയോ സൈഡിലിടുക. അവരവിടെ അല്ലേ ഇടുക. ഓക്കെ, കഴിക്കാം. വിശക്കുന്നത്. എന്താ എടുക്കുന്നത്? സർ എന്താ ഓർഡർ ചെയ്തേക്കുന്നത്? ഞാൻ ഇവിടെ വന്ന എന്റെ സ്പെഷ്യൽ ഇവിടുത്തെ ഈ പൊടി റോസ്റ്റ് ആണ്. നിന്റെ സ്പെഷ്യൽ ഇവിടുത്തെയോ? ഞാൻ കഴിക്കുന്ന സ്പെഷ്യൽ സാധനം ഇവിടുത്തെ. ഓക്കെ, പൊടി റോസ്റ്റ് ആണ് എന്റെ സ്പെഷ്യൽ. നിനക്ക് എന്തും പറയാലോ. അതെ. എന്താ
എനിക്ക് ഇവിടെ കഴിക്കുന്നതിൽ അതാണ് ഇഷ്ടം. അത് മാത്രമേ കഴിക്കുന്നുള്ളൂ? അത് മാത്രമേ ഇപ്പൊ കഴിക്കുന്നുള്ളൂ. ആണോ? മതി. അത് മതിയോ? ഇന്നത് മതി. പിന്നെ നമുക്ക് ഇവിടെ ആര്യാസിൽ പ്രോട്ടീൻ ആയിട്ടൊന്നും കിട്ടൂല. മുട്ടയില്ല, മീനില്ല, ചിക്കനില്ല. അതൊരു പനീർ കാണും. പനീരൊക്കെ ഉണ്ടാവും. പക്ഷെ പനീരൊന്നും നമ്മൾ കൂടുതൽ കഴിക്കാറില്ല. ഇപ്പോൾ ഈ സമയത്ത് വാങ്ങിച്ച് കഴിക്കാനുള്ള മൈൻഡും ഇല്ല. ഇപ്പോൾ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നോർമലി ഇങ്ങനെ ദോശ, ഇഡ്ഡലി അങ്ങനെയാ പോകുന്നത്. സാധാരണ ആരും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പനീരൊന്നും കഴിക്കാറില്ല. ഞാൻ കഴിക്കും. ഞാൻ ചിക്കൻ കറി, ഫിഷ് കറി ഒക്കെ ഇവിടെ ഷോപ്പിലാ വെജ് റെസ്റ്റോറന്റിൽ അങ്ങനെ കഴിക്കാറുണ്ട്. വെജില് കിട്ടൂല. വെജിൽ അങ്ങനെ കഴിക്കാറില്ല. ഏത് റെസ്റ്റോറന്റിൽ പോയാലും നമ്മൾ എന്താ ദോശ, ഇഡ്ഡലി എന്തെങ്കിലും വാങ്ങും, പിന്നെ ഒരു കോഫി വാങ്ങും. അതാണ് ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. പനീര്, കടലക്കറി പോലും ഇല്ല ഇവിടെ. പനീരില്ല, കടലക്കറി ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ചന ഉണ്ട്. ചന ബട്ടൂർ, അതിൽ ചന ഉണ്ടാവും. ചന വേണമെങ്കിൽ കഴിക്കാം, പക്ഷെ അത് എല്ലാവരും എപ്പോഴും കഴിക്കാറില്ല. ഒരു ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് സിസ്റ്റം തന്നെ ഞാൻ റോങ് ആണെന്ന് ഞാൻ പറയുന്നത്. നമ്മളതെല്ലാം മാറ്റണം. ഇപ്പൊ സത്യം പറഞ്ഞാൽ പ്രോട്ടീൻ, കാർബ്സ്, പിന്നെ കുറച്ച് ഫൈബർ, ഇതൊക്കെ മിക്സ്ഡ് ആയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. പ്രോട്ടീൻ ഹൈ ആയിരിക്കണം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ. ഇതൊക്കെ നമ്മൾ ജിമ്മിൽ പോകാൻ വൈറ്റമിൻസ് വേണ്ടേ? കൂടുതൽ പറയണ്ട, നമുക്ക് കഴിക്കാൻ കഴിച്ചു. ഇവൻ എത്ര കഴിക്കും നോക്കാം. ഇവൻ ഇതേ കഴിക്കുള്ളൂ, കുഴപ്പമില്ല. എന്താ ബില്ല് കൊടുക്കാൻ പോവാണോ? ഗെയിമിൽ തോറ്റോണ്ട് ബില്ല് കൊടുക്കുന്നു കൈസ്. പാവം. കൊടുക്ക് പോവാ. അധികം ആയിട്ടില്ല. ഞാൻ അധികം കഴിക്കാൻ പറ്റിയിട്ടില്ല. മോർണിംഗ് ഇത്ര രാവിലെ നേരത്തെ ആയതുകൊണ്ട് എനിക്ക് അത്ര കഴിക്കാൻ പറ്റിയിട്ടില്ല. നല്ലോണം അൽഫാമോ ഷവായോ എല്ലാം കഴിച്ചാലെങ്കിൽ മന്തിയോ അല്ല വേറെ പുറത്തത്. വേറെ സ്വീറ്റ്സ് എന്തെങ്കിലും വേണോ? ഫുഡ് കഴിച്ചിറങ്ങി. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ബില്ല് കൊടുത്തിട്ട് പാവം കുട്ടി തോറ്റുപോയി. ഇനി അടുത്ത ഗെയിം നീ കണ്ടുപിടിച്ചിട്ട് വാട്ടോ, എന്നെ തോപ്പിക്കാൻ വേണ്ടിട്ട്. ഇതേ ഗെയിം അടിച്ചാ പോരെ? ഇതേ ഗെയിം അല്ല, വേറെ കളർ മാറ്റി പറ. കളറൊന്നും മാറ്റി പറയാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് നീ ഒരു ഗെയിം കണ്ടുപിടിച്ചിട്ട് വന്നാ മതി നെക്സ്റ്റ് വീഡിയോയില്. നല്ല വെയിലുണ്ടല്ലോ. നല്ല വെയിലുണ്ട് ഗൈസ്. സോ നമ്മള് നേരെ ഇനി ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഞാൻ ഒരു മാസം മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്തതാ. ബുക്ക് ചെയ്ത സെൻസ് വെയിറ്റിംഗ് ലിസ്റ്റ് 14 ആയിരുന്നു ബുക്ക് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് എനിക്ക് 2 ദിവസം മുമ്പേ അത് കൺഫേം ആയത്. കറക്റ്റ് സമയത്ത്. അത് നമ്മൾ ഓർത്തു ഇന്നലെ വല്ല തത്കാലം നോക്കേണ്ടി വരുന്നു. അപ്പൊ നോക്കിയപ്പോ കറക്റ്റ് കൺഫേം ആയിരുന്നു. അല്ലെങ്കിൽ പിന്നെ പെട്ടേനെ. ബസ്സും ഇല്ല, എല്ലാം ബുക്ക്ഡ് ആയിരുന്നു. തിരക്കാണ്. അപ്പൊ ബസ് കിട്ടാത്തവര്, ടിക്കറ്റ് കിട്ടാത്തവര്, പിന്നെ അത് പോർഷയില്ലേ പോയത്, അടിപൊളിയായിരുന്നു. നല്ല ഗ്രീൻ കളർ. സോ അങ്ങനെ കിട്ടാതെ കഷ്ടപ്പെട്ട് പോകുന്ന കുറെ പേരുണ്ട് ഇന്ന് വീട്ടിലേക്ക്. അതെ, ഇനി വരുന്നതും അതുപോലത്തെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ഉണ്ട്. ഞാൻ കാണിക്കാൻ പറ്റുവാണെങ്കിൽ അത് മോർ അഡ്വഞ്ചറസ് ആയിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഡുറന്റോ എക്സ്പ്രസ് ആണ് തോന്നുന്നു. അതിന്റെ പ്രൊനൗൺസിയേഷൻ നമുക്കറിയില്ല. ബുക്ക് ചെയ്തേക്കുന്നത് അത് ഭയങ്കര ദുരന്തമാണ്. അതെ, അത് നമുക്കൊരു ദിവസം പണി വന്നിട്ടുണ്ടല്ലേ. 6 to 7 hours ഒക്കെ ലേറ്റ് ആണ് അത് ട്രെയിന്. 7 hours ലേറ്റ് ആണെങ്കിൽ അത് ഇപ്പൊ കൊച്ചി ടൗൺ ഒക്കെ എത്തണമെങ്കിൽ, എറണാകുളം എത്തണമെങ്കിൽ 2 മണിക്കൊക്കെയാണ് അത് ഈ ഇടയ്ക്കായിട്ട് എറണാകുളം എത്തുന്നത്. ആർക്കാടാ ഇത്ര തിരക്ക്? മറ്റേ കൊറിയർ പോലത്തെ അല്ല, അങ്ങനത്തെ ഒരു എന്തോ പ്രശ്നമുണ്ട്. അവൻ തിരക്കുണ്ട്. എടാ ഓക്കെ, അർജന്റ് ആംബുലൻസ് തോന്നുന്നു. എന്തായിരുന്നു അത് 7 hours ഒക്കെ ലേറ്റ് ആയിട്ട് 2 മണിക്ക്, രാത്രി 2 മണിക്കൊക്കെയാണ് ഇവിടെ എറണാകുളം എത്തുന്നത്. അത് കൊച്ചിയിൽ എത്തേണ്ടത് എത്ര മണിക്കാ? 10 മണിക്കോ? അത് 10
7:30-8 ആ ഒരു നല്ല സമയത്ത് എത്തേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു പണി ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. എന്നിട്ട് നമ്മൾ ഒരു ദിവസം അത്രയും വെയിറ്റ് ചെയ്യേണ്ടെന്ന് ഓർത്ത്, എന്ന് വെച്ചാൽ 2 മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞ ടാസ്ക് അല്ലേ, അത്രയും വെയിറ്റ് ചെയ്യേണ്ടെന്ന് ഓർത്ത് നമ്മള് ഏതായിരുന്നു ജനറലില് വേറെ ട്രെയിനിന്റെ ജനറലിൽ കയറി. അതിലാണെങ്കിൽ മുടിഞ്ഞ തിരക്കാണ് ഗൈസ്. അതെ, വാഗൺ ട്രാജഡി പോലെ ആർക്കും ശ്വാസം എടുക്കാൻ പോലെ. അത് ന്യൂസിലൊക്കെ വന്നായിരുന്നു. ഞാൻ അടുത്ത ദിവസം കണ്ടായിരുന്നു, കുറെ പേർക്ക് ശ്വാസം കിട്ടുന്നില്ലെന്നൊക്കെ. അത്രയ്ക്ക് തിരക്കായിരുന്നു. അതില് നമ്മള് അടിച്ച് കോഴിക്കോടുന്ന് തള്ളി കേറി കൊറേ നേരം നിന്നു. ലാസ്റ്റ് ഒരു സീറ്റ് ഫ്രീ ആയി. അങ്ങനെ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നാണ് ഗൈസ് വന്നത്. അതേ ട്രെയിനില. അത് എനിക്കറിയില്ല, ഞാൻ അതിനേക്കാളും മുമ്പേ ബുക്ക് ചെയ്ത്. ഞാൻ പറഞ്ഞില്ലേ, ഓണത്തിന് വരാൻ വേണ്ടി എനിക്ക് തോന്നുന്നു 1.5 മാസോ എന്തോ മുമ്പ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് ഈ ട്രെയിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അന്ന് ഞാൻ ഒന്നുകൂടെ സ്റ്റാറ്റസ് നോക്കിയിട്ട് തീരുമാനിക്കണം ആദ്യം തന്നെ വരണമെന്ന്. ഞാൻ ബാക്കപ്പ് വേറെ എന്തെങ്കിലും നോക്കേണ്ടി വരും അല്ലെങ്കിൽ. വെയില് മാറി ഞാൻ ഇത്ര നേരം നല്ല വെയിലാന്ന് ഓർത്തിട്ട് പെട്ടെന്ന് എടുത്ത് സൺഗ്ലാസ് വെച്ചപ്പോ ഇപ്പൊ പിന്നെ വെയില് അവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറുമ്പോ ആ വെയിൽ അങ്ങോട്ട് മാറി. എന്തല്ലേ ഒരു 5 മിനിറ്റ് ആയതില്ല. ഇനി നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കാണാം. കാശ് എടുക്കണ്ടോ? കാശ് എടുക്കാൻ വേണമെങ്കിൽ നിന്റെ ഉണ്ട്, അത് മതിയാവും. ഇന്ന് നമുക്ക് കുറച്ച് വായി നോക്കി അങ്ങ് ആലുവെത്തും നോക്കാം. കുറച്ച് വെറൈറ്റി കാഴ്ചകൾ. കാക്കനാട് മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതര കാറ്റുണ്ട് ഗൈസ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാക്കനാട് മാത്രം വായി നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഇന്ന് ഒരു വെറൈറ്റിക്ക് ആലുവ വരെയുള്ള ആൾക്കാര് എങ്ങനെയാന്ന് നോക്കാം അല്ലേ? സമയം ഉണ്ടാവും അറിയില്ല. അല്ലേ, നീ ഡ്രൈവ് ചെയ്യാണല്ലോ, എനിക്ക് നോക്കാലോ. നോക്കിക്കോ. ശരി എന്നാ, ഓക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല മഴ പെയ്തു. നല്ല മഴ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടോ, ഫുൾ സൂപ്പർ മഴ അല്ലേ? കാക്കനാട് ഇറങ്ങുമ്പോ വെയിലായിരുന്നു. നമ്മൾ കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ നിന്നല്ലേ, ഇടയ്ക്കൊന്ന് മഴക്കാർ വന്നു. അങ്ങനെ പെട്ടെന്ന് വലിയ മഴയും വന്നു. കൊള്ളാം. പക്ഷെ എവിടെയെങ്കിലും ബ്ലോക്ക് കിട്ടാണ്ടിരുന്നാ മതി. ട്രെയിൻ നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ലല്ലോ. അവസാന നിമിഷം കിട്ടിയ ടിക്കറ്റ് ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ടിക്കറ്റ് കിട്ടാനൊരു വഴിയില്ല. നോക്കാത്തല്ല ചേട്ടാ, മാറി നിൽക്ക് ചേട്ടാ. ആര് ഹോൺ അടിച്ചാൽ മാറില്ല. നടുക്ക് കയറി ഓടിക്കുന്ന ഈ വഴിയിലൊക്കെ, ഈ റോഡിലൊക്കെ. ആ ലോറി ഉണ്ടോ? എനിക്കൊന്നും അതും മെട്രോന്റെ പണിക്ക് കൊണ്ടുപോകുന്നതാണ്. ഭയങ്കര വെച്ചിട്ടല്ലേ അതൊക്കെ ഓടിച്ചെടുക്കുന്ന. എങ്ങനെയായിരിക്കും അല്ലേ ഇവരൊരു ടേണിംഗ് ഒക്കെ? ഇപ്പൊ സ്ട്രെയിറ്റ് റോഡിന്ന് വേറെ റോഡ് കേറാനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടായിരിക്കൂലേ? ടാസ്ക് ആയിരിക്കും അതിന്റെ ഡ്രൈവറൊക്കെ. നല്ല കുഴിയുണ്ടല്ലേ. നമ്മള് റെയിൽവേ സ്റ്റേഷനിലെത്തി. ആലുവ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പം അവിടുത്തെ പാർക്കിങ്ങിന് വണ്ടി ഇട്ടപ്പം, മീൻസ് എന്താ സ്റ്റേഷന്റെ ഫ്രണ്ടിലുള്ള പാർക്കിങ്ങിന് വണ്ടി ഇട്ടപ്പോൾ അവര് പാർക്കിംഗ് ഫീ എൻ്റെ അടുത്ത് ചോദിച്ചു. പാർക്കിംഗ് ഫീ കൊടുത്തു. അപ്പോൾ അത് ആ റെസിപ്റ്റ് വന്നപ്പോൾ ഞാനതൊന്ന് വായിച്ചു നോക്കിയതാണ്. അതിൻ്റെ അകത്ത് അവർ എഴുതിയേക്കുന്നത് പ്രീമിയം പാർക്കിംഗ് ആന്ന് പറഞ്ഞിട്ട്. പ്രീമിയം പാർക്കിംഗ് ആലുവ റെയിൽവേ സ്റ്റേഷൻ. ഈ മറ്റേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഉള്ള പാർക്കിംഗ് അവർ പ്രീമിയം എന്നാണ് പറയുന്നത്. സോ പ്രീമിയം പാർക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഷെഡ് പോലും ഇല്ല, ജസ്റ്റ് ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതിന് അവർ പ്രീമിയം പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് ഞാൻ പറഞ്ഞപ്പോൾ അതിന് 40 രൂപ ആണ് അവർ എൻ്റെ അടുത്ത് നിന്ന് പാർക്കിംഗ് ഫീ വാങ്ങിയത്. മേ ബി ഇതാണോ മിനിമം കോസ്റ്റ് ആയിരിക്കും അല്ലേ? ലുലുവില് 1 അവറിന് 10 തോന്നുന്നത്. ഓക്കെ, കാർ ആയതുകൊണ്ട് 20, ബൈക്കിന് 10, കാറിന് 20 തോന്നുന്നു 1 അവർ. ഇത് ഞാനിവിടെ ഇത് ഷെഡും ഇല്ല, ഒന്നുമില്ല, ഒരു അണ്ടർഗ്രൗണ്ട് ഒന്നും അല്ല, പുറത്ത് ഞാൻ ഇട്ടേക്കുക, നോർമൽ പാർക്കിംഗ്. അതെ, അതിനാണ് അവര് 40 രൂപ. ഓക്കെ, കാശ് എനിക്ക് കുഴപ്പമില്ല. ആ പ്രീമിയം പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രീമിയം അവര് സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ എന്ത് അതെ, പിന്നെ എന്ത് പ്രീമിയം പാർക്കിംഗ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എല്ലായിടത്തും, എനിക്ക് അറിഞ്ഞൂടാ. ഇന്നൊരു നല്ല വൃത്തിയുള്ള ട്രെയിനെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ലാസ്റ്റ് ടൈം ഇവൻ കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. പക്ഷെ എനിക്ക്
നേലൊക്കെ ഭയങ്കര അലമ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരു ഫീൽ കിട്ടൂല. ഞാൻ വല്ലാണ്ട് ഇങ്ങനെ ഒതുങ്ങിയിരിക്കും എങ്ങനെയും അവിടെ എത്തുന്ന വരെ. എനിക്ക് ഇപ്പൊ AC ആണേലും കഴിഞ്ഞ തവണ AC ആയിട്ടും നിലത്തൊക്കെ വൃത്തിയില്ലാണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നോർമലി ട്രെയിൻ വലിയ ഇഷ്ടമല്ല, വേറെ വഴിയില്ലാത്തത് കൊണ്ട്. അതെ, ട്രെയിനിലല്ലേ പോയി പറ്റുള്ളൂ. ഓക്കെ, നല്ല മഴയാണ്, ചെറിയ മഴ കുറവുണ്ട്. നമുക്ക് വേഗം സ്റ്റേഷനിലേക്ക് കയറാം. ഓക്കെ, പോവാം. ഗൈസ്, ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓണം വിഷന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അതിന് താഴെ ഒരു വലിയ പൂക്കളം ഇട്ടിട്ടുണ്ട്. നല്ല രസമില്ലേ? ഇതാരാണോ ഇത്ര കഷ്ടപ്പെട്ട് ഇത് ഇടുന്നതല്ലേ? കുറച്ച് വലുപ്പമുണ്ട് പൂക്കളത്തിന്. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. ലുക്സ് നൈസ്. ആലുവ റെയിൽവേ സ്റ്റേഷൻ നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമുക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി. പ്ലാറ്റ്ഫോം ചെയ്താൽ പ്ലാറ്റ്ഫോം 3 പോകുന്നത്. ഹലോ ഗൈസ്, നമ്മൾ ട്രെയിൻ എത്തി, പാവം വെച്ച് പോവാം. അപ്പോൾ ഓണത്തിന് പോയിട്ട് അടിച്ച് പൊളിക്കട്ടോ. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് കാണാം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം പറഞ്ഞു. ബൈ. എനിക്ക് കേറിയില്ല, ട്രെയിൻ എടുക്കും. ബൈ. ശരി, കയറിക്കോ. ട്രെയിൻ കയറി, അകത്ത് ഫുൾ ആൾക്കാരാണ്. വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവിടെയാണ് എൻ്റെ സ്റ്റേഷൻ. കോഴിക്കോട് ട്രെയിൻ ഇറങ്ങിയ ശേഷം ഒരു ഓട്ടമായിരുന്നു കേട്ടോ. ആദ്യം കാണുന്ന ഓട്ടോയിൽ തന്നെ കയറാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ കുറേ അധികം നേരം ക്യൂ നിൽക്കേണ്ടി വരും. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ വന്ന ട്രെയിൻ കോഴിക്കോട് വരെ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ട്രെയിനിലുള്ള എല്ലാ ആൾക്കാരും കോഴിക്കോട് ഇറങ്ങിയിട്ട് അടുത്ത ഓപ്ഷൻ നോക്കുന്നത് ഒന്നുകിൽ ഓട്ടോ അല്ലെങ്കിൽ ബസ് കയറാനായിരിക്കും. അത്രയും പേര് ഒന്നിച്ച് വന്ന ഓട്ടോ കിട്ടില്ല എന്നുള്ള കാര്യം സ്വാഭാവികമാണല്ലോ. അപ്പൊ ആദ്യം കിട്ടുന്ന വണ്ടിക്ക് തന്നെ കയറി പോവാന്ന് ഓർത്തു. ഫ്രണ്ടിലൊക്കെ റോഡിൽ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. നല്ല ഗട്ടറുള്ള റോഡിൽ കൂടെ ചാടി ചാടിയാണ് നമ്മൾ പോകുന്നുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ പോകുന്ന റോഡ് SM സ്ട്രീറ്റിന്റെ അകത്ത് കൂടെയാണ് കേട്ടോ പോകുന്നത്. SM സ്ട്രീറ്റിന്റെ സൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഓണായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ആ കാണുന്നതാണ് SM സ്ട്രീറ്റ്. അവിടെ ഇന്ന് കാലുകുത്താൻ പോലും സ്ഥലമില്ലെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞ് ഞാൻ പാളയം മാർക്കറ്റിൽ കൂടെ പോകുമ്പോൾ സെയിം അവസ്ഥ തന്നെയാണ് കണ്ടത്. അപ്പൊ ഞാൻ ഓട്ടോ ചേട്ടനോട് ചോദിച്ചു, ആ ട്രെയിൻ വന്നതിന്റെ തിരക്കാണോ അല്ലെങ്കിൽ ഓണത്തിന്റെ തിരക്കാണോ എന്ന്. പുള്ളി പറഞ്ഞ ഉച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് ഫുൾ സ്റ്റക്ക് ആവുന്നു. എന്ന് വെച്ചാൽ ഒരു വണ്ടി ഈ റോഡ് കയറ്റി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ റോഡ് മാറും. അത്രയ്ക്ക് തിരക്കായിരിക്കും ഉച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൽ. എന്താന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ പറയില്ലേ ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ, അത് എക്സാക്ട്ലി ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെറിയ ഓണത്തിന്റെ തലേന്ന്. ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. രണ്ട് സൈഡിലും ഫുൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം ഫ്രഷ് ആയിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. നമ്മളെ കോഴിക്കോടുള്ള എല്ലാ ഷോപ്സിലേക്കും ആൾക്കാർ പർച്ചേസിന് വരുന്നത് ഈ ഒരു സ്ട്രീറ്റിലാണ്. സ്ട്രീറ്റ് ഇൻ ദ സെൻസ് പാളയം മാർക്കറ്റിൽ. അവിടെ നിന്നാണ് എല്ലാ ഷോപ്പിലേക്കും ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഈ ഒരു മാർക്കറ്റിൽ ഇത്രയും തിരക്ക്. ആ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് തന്നെ ഈ ഓട്ടോ ചേട്ടൻ കഷ്ടപ്പെട്ട് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്തു. ബസ് സ്റ്റാൻഡിലേക്കുള്ള ക്രോസിംഗ് ആണ് ഗൈസ്. ഏകദേശം ബസ് സ്റ്റാൻഡ് എത്തി, ഇത് ക്രോസ് ചെയ്ത് താഴെ ഇറങ്ങിയ ബസ് സ്റ്റാൻഡ് എത്തി. സോ ദെൻ സ്ട്രേറ്റ് ഹോം. സോ ഗൈസ്, ഫൈനലി ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കട്ടെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഡേ. അടുത്ത വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.